സുനൂസ് കിച്ചൻ ടൈൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിന്ന് കുറച്ച് ആറ്റുമീൻ കിട്ടിയിട്ടുണ്ട്. പുല്ലനാണ് കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് വെട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വെട്ടാൻ തുടങ്ങാം. ആദ്യം തല വെട്ടിയെടുക്കാം. തല ഇതിൻ്റെ ഞാൻ ഉപയോഗിക്കാറില്ല. എടുത്തിട്ട് ഞാൻ ഇതിന് മുട്ടയുള്ളതാണ്. നമുക്ക് ആ മുട്ടയുണ്ട്. മുട്ട വലുതായിട്ടില്ല. വെട്ടിയെടുക്കാം. സാധാരണ ഞാൻ തൊലി പൊടിച്ചാണ് എടുക്കുന്നത്. ഉപ്പ് പൊടി ഒടിച്ച് നമുക്കെല്ലാം അങ്ങനെ വെട്ടിയെടുക്കാം. അപ്പം നമ്മുടെ പുല്ലനൊക്കെ ഞാൻ വെട്ടി റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഉലുവ ഒന്ന് ചെറുതായിട്ടും പൊട്ടട്ടെ. ഉലുവ പൊട്ടിയിട്ടുണ്ട്. നമുക്കതിനകത്ത് തന്നെ ഇതിന് ഈ ഒരു സ്പൂണിന് ഒരു 3/4 സ്പൂണോളം ഇഞ്ചി, ഒരു 1/2 സ്പൂൺ വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടാം. ഒന്ന് വഴണ്ട് വരട്ടെ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കതിലോട്ട് ഞാനൊരു 4 സ്പൂൺ മുളക് പൊടി, എരിവുള്ളത് എരിവില്ലാത്തതും കൂടി, മല്ലിപ്പൊടി 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി കൂട്ടി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മളിങ്ങോട്ട് ഒഴിക്കാം. അപ്പോൾ നമുക്കൊരു അരപ്പിന് നല്ല തിക്നെസ് കിട്ടും. അതിനുവേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാനോട്ട്. ശകലം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ ഇതിലോട്ട് എടുത്തിടാം. രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇരുന്ന് വേവട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ കറിയൊക്കെ വറ്റി ഏകദേശം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കി എല്ലാം പാകമാണ്. നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ചുറ്റിക്കാം. തീ നിർത്തി കൊടുക്കാം. നമുക്കതൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ പുല്ലങ്കറി എല്ലാം റെഡിയായി ഞാൻ എൻ്റെ സെർവിങ് പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.